ഹലോ, വെൽക്കം ബാക്ക്. അൺഎംപ്ലോയ്മെന്റ് സീരീസ് വ്ളോഗിന് ഒരു ചെറിയ പോസ്. ജോലിയില്ലാതെ കാനഡയിൽ നിൽക്കുന്നത് വളരെയധികം ചിലവേറിയൊരു പ്രോസസ്സാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എക്കോണമി. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ നാട്ടിൽ പോയി വരാൻ തീരുമാനിച്ചു. വന്ന ഉടനെ ജോലി കിട്ടുന്ന ട്രെൻഡൊക്കെ മാറി. സോ നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടി ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ചിലവ് ടാലി ചെയ്യാൻ പലർക്കും പാടായിരിക്കും. ഈ സമയത്ത് ഫ്ലൈറ്റൊക്കെ അത്യാവശ്യം റേറ്റ് തന്നെയാണ്. പിന്നെ രാത്രി 2 മണിക്ക് കുത്തിയിരുന്ന് തരക്കേടില്ലാത്ത ഒരെണ്ണം ഞാൻ കണ്ടുപിടിച്ചു. എയർപോർട്ടിലെ വെയിറ്റ് കുറച്ച് അധികം നേരം ഉണ്ടായിരുന്നു, ഫ്ലൈറ്റും ലേറ്റ് ആയിരുന്നു. പിന്നെ ഇന്ത്യയിലോട്ട് പോകാനുള്ള ക്യൂ ആണെങ്കിൽ ഇറ്റ്സ് ടൂ ലോങ്. എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ഞാൻ അതിലേക്കൂടെയൊക്കെ നടന്നു. ഇടയ്ക്ക് ഫ്രാൻസിസിനെ വിളിച്ചു. അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു കല്യാണത്തിന് പോകാൻ റെഡിയാകുമായിരുന്നു. ഞാൻ വന്നത് എയർ ഇന്ത്യയിലാണ്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ടല്ലോ. സ്ക്രീൻ എന്റർടൈൻമെന്റിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. മോണ 2 ഞാൻ പക്ഷെ കണ്ടു, 1ന്റെ അത്ര പോരാ. പിന്നെ കൂടുതൽ ടൈമും ഞാൻ ഉറക്കം തന്നെയായിരുന്നു. ഇടയ്ക്ക് ഡൽഹി ടു കൊച്ചി കിട്ടാൻ ഒരു ഓട്ടപ്പാച്ചിൽ ഉണ്ടായിരുന്നു. വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം അതുപോലെ ഓടുമായിരുന്നു. 1 അവർ ടൈമില് ബാഗ് ചെക്ക് ഔട്ട് ചെയ്ത് ഡൽഹി എയർപോർട്ടിൽ ഇമിഗ്രേഷനും കഴിഞ്ഞ് രണ്ടാമത് ബാഗ് ചെക്കിനും ചെയ്ത് ഫ്ലൈറ്റ് പിടിക്കണം. അമ്പോ, അങ്ങനെ അവസാനം കൊച്ചി എത്തി. ക്ലൈമറ്റ് വാസ് ഫൈൻ, ബട്ട് എനിക്ക് അത്ര സന്തോഷം ഇല്ലായിരുന്നു. പിന്നെ ഫ്രാൻസിസ് കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞാ ഞാൻ ചിരിച്ചത്. വീട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഈശോയുടെ കൂടെ ഇരിക്കുന്ന ബാറ്റ്മാനെയാണ്.